ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ബേപ്പൂരിൽ PV അൻവറിനെ മത്സരിപ്പിക്കാനുള്ള നിർണായക തീരുമാനവുമായി UDF. അൻവർ ഇറങ്ങിയാൽ വിജയം ഉറപ്പെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള അതൃപ്തിയും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. തീരുമാനത്തെ മുസ്ലിം ലീഗും പിന്തുണച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, നേരത്തെ തന്നെ അൻവർ തന്നെ പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. ബേപ്പൂരിലേക്ക് വേണമെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം UDF മുന്നണിയിലേക്ക് അൻവർ എത്തുന്നു. ഇനി അൻവർ വേഴ്സസ് മുഹമ്മദ് റിയാസ് എന്ന മത്സരം നമ്മൾ കാണേണ്ടി വരുമോ? രുചിഷ്, PV അൻവറിനെ ബേപ്പൂരിൽ മത്സരിപ്പിച്ചാൽ അത് UDFന് വലിയൊരു വിജയസാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ കാരണങ്ങൾ ഈ പറയുന്നതാണ്. ഒന്ന്, അൻവർ മുഹമ്മദ് റിയാസ് എന്നൊരു മത്സരം വരുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്ത് ശ്രദ്ധ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായി ബേപ്പൂർ മാറും. സാധാരണഗതിയിൽ ഇത് CPMന് വലിയ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ്. 1980 ശേഷം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. തുടർച്ചയായി CPM സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ മത്സരിച്ച സമയത്ത് MK രാഘവനും എളവരം കരീമും മത്സരിച്ച സമയത്ത് അവിടെ വലിയ ഭൂരിപക്ഷം UDFന് ലഭിച്ചിരുന്നു. ഏറെക്കുറെ 19,561 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം ലഭിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനാണ്, CPMനാണ് അവിടെ ലീഡെങ്കിൽ പോലും വളരെ നേരിയ ലീഡ് മാത്രമാണ്. 1340 വോട്ടിന്റെ ലീഡാണ്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് വെച്ചാണ് 1340 വോട്ടിന്റെ ലീഡ് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ്. അത് മാത്രമല്ല, അവിടെ PV അൻവർ വരുന്നത് കൂടി തന്നെ CPMനകത്ത് ഒരു അതൃപ്തർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫർ അഹമ്മദിന്റെ തോൽവിക്ക് പോലും ഈ മുഹമ്മദ് റിയാസിനോടുള്ള ഒരു അതൃപ്തി കൂടി കാരണമായിട്ടുണ്ട്. അപ്പൊ കേട്ടില്ലേ, ബേപ്പൂരിൽ ഇപ്പോഴും വീണ്ടും അൻവർ ചർച്ചയായി. നേരത്തെ ഒരു ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിരുന്നെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട TV ചാനലിൽ, മാതൃഭൂമിയിൽ, ഏഷ്യാനെറ്റിൽ, മലയാളം ചാനലിലൊക്കെ വാർത്ത വന്നു തുടങ്ങി. ഇന്നലെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് വാർത്ത, അൻവറും റിയാസും ഏറ്റുമുട്ടാൻ പോവാണ്. അപ്പോൾ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ കോൺഗ്രസും UDFും അൻവറിനോട് നിർബന്ധിക്കുന്നു എന്നാണ്. അൻവർ നേരത്തെ പറഞ്ഞതാണ്, മരുമോനിസത്തിനെതിരായിട്ട് ഞാൻ വേണമെങ്കിൽ ബേപ്പൂരിൽ പോയി പോരാടും. ഇപ്പോൾ കോൺഗ്രസും ലീഗും, അതിപ്പോൾ UDF അൻവറിന്റെ മുന്നിൽ വിഷയം വെച്ചു. ലീഗ് പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേ നേതാക്കന്മാരൊക്കെ, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ബേപ്പൂർ മത്സരിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത് മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പോൾ അൻവറിനോട് ബേപ്പൂരിൽ മത്സരിക്കാനാണ് UDF നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. തവനൂര് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചർച്ച ഉണ്ടായിരുന്നു. പട്ടാമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പല ചർച്ചകളും പല ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് മരുമോനിസത്തിനെതിരെയുള്ള പോരാട്ടം അത് CPMലെ തന്നെ നല്ലൊരു വിഭാഗം ബേപ്പൂര് ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരിട്ട് അൻവറിനെ വിളിച്ച് പറഞ്ഞവർ, ലീഗിനായിട്ട് ബന്ധപ്പെട്ടവർ, UDFിലെ കോൺഗ്രസിലെ നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. CPMൽ തന്നെ നല്ലൊരു പ്രബല വിഭാഗം മരുമോനിസത്തിനെതിരെ അൻവറിനെ നിർത്തണം. മരുമോൻ മുസ്ലിമാണ്, അൻവർ മുസ്ലിമാണ്. ഭൂരിഭാഗം മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ് ബേപ്പൂര്. 23,000 വോട്ടിനാണ് 2021 മുഹമ്മദ് റിയാസ് ബേപ്പൂര് ജയിച്ചത്. അന്ന് പിന്നെ LDFിന്റെ തരംഗേനി 23,000 വോട്ടിന്. അല്ലെങ്കിലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവിടെ LDFനാണ് ജയിച്ചു വരുന്നത്. LDFിന്റെ ഒരു കുത്തക സീറ്റാണ് ബേപ്പൂര്. അപ്പോൾ 23,000 വോട്ടിനാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. എന്നാൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ, അതായത് കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ MK രാഘവനും LDFന് കരീംക്ക് കൂടി മത്സരിച്ചു. അപ്പോൾ ബേപ്പൂരൊക്കെ ബോർഡ് വെച്ചത് നമ്മുടെ കരീംക്കയെ വിജയിപ്പിക്കുക, ഇതായിരുന്നു ബോർഡ്. മുസ്ലിം വോട്ട് ഒക്കെ പോരാൻ. എന്നാൽ ആ ബേപ്പൂരിൽ 2024 തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ട് MK രാഘവന് ലീഡാണ്. 19,000 വോട്ട് MK രാഘവന് ബേപ്പൂരിൽ ലീഡാണ്. 23,000 വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ 19,000 വോട്ടിന് MK രാഘവന് ലീഡാണ്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFന് 1000 ചില്ലാനം വോട്ടിൻ്റെ ലീഡ് ബേപ്പൂരിൽ ഉള്ളുകാനും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് വകണ്ട്. മരുമോനിസത്തിനെതിരെയുള്ള ഒരു ജനവിധിയാണ് 2024 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതും ഇപ്പം നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടതും. അതായത് നല്ലൊരു വിഭാഗം ഏരിയ സെക്രട്ടറിമാരായാലും, പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ പെട്ടവരായാലും ശരി, സംസ്ഥാന കമ്മിറ്റിയിൽ പെട്ടവരായാലും ശരി, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികളായാലും ശരി, പല പ്രമുഖരും മരുമോനിസത്തിന് എതിരാണ്, മുഹമ്മദ് റിയാസിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജയിച്ചു കയറാൻ കഴിയും എന്നൊരു പ്രതീക്ഷ UDF പങ്കുവെക്കുന്നു. അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഒരു കടുത്ത പോരാട്ടം അവിടെ നടത്താൻ കഴിയുന്നുള്ളത് തന്നെയാണ് UDF വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അൻവറിനെ വിളിക്കുകയും
ഈ വിഷയം സംസാരിക്കുകയും അൻവർ സമ്മതം മൂടുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ബേപ്പൂരിൽ മരുമോനിസത്തിനെതിരെ PV അൻവർ കടുത്ത പോരാട്ടത്തിന് ഇറങ്ങും എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. അതിൻ്റെ അടിയിൽ മിഞ്ഞാന്ന് ഒരു വാർത്ത വന്ന് PV അൻവറിനെ ED അറസ്റ്റ് ചെയ്തത്. വാർത്ത വന്നത് ജനൻ TV-യിലാണ്, ആ കക്കൂസ് TV-യിൽ. അതിനാണ് വന്നത്. അൻവറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അൻവറിനെ ED അറസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അൻവർ ലൈവിൽ വന്ന് ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ട്, ചോദ്യം ചെയ്യാൻ ഞാൻ പോകുന്നു. അപ്പം അതിലിപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP പിണറായി ബന്ധപ്പെട്ട് PV അൻവർ നിയമസഭയ്ക്ക് മത്സരിക്കുന്നത് തടയാനുള്ള ഒരു കുതന്ത്രമാണ് ഇവിടെ ഒപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ചർച്ച നടക്കുന്നത്. കാരണം ഇതിങ്ങനെ ചോദ്യം ചെയ്ത് അങ്ങനെ പോയി ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോൾ അറസ്റ്റ് ചെയ്യുക, റിമാൻഡിൽ ഇടുക. അപ്പോൾ പിന്നെ മത്സരം നടക്കില്ല. അപ്പോൾ സംഗതിയിൽ നമ്മളെ പിണറായി ഇരട്ടച്ചങ്കൻ ലേശം പേടിയില്ല. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഉറപ്പാണ്. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അവർ തൂത്തുവായിട്ടാണ്. അവർക്ക് നല്ല മുൻതൂക്കം ഉണ്ടാണ്. പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും അതുപോലെ തന്നെ പിന്നെ നഗരസഭയിലൊക്കെ നല്ല മുൻതൂക്കം ഉണ്ടാണ് CPM-ന്. അപ്പം അവിടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയതാണ്. അപ്പോൾ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുന്ന VD സതീശൻ പറഞ്ഞ ആ വാക്ക് സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്ത്. അതിനാണ് 110 സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, KK ശൈലജനെ മുഖ്യമന്ത്രിയാക്കുന്നു. നമ്മളെ പിണറായി തമ്പുരാൻ KK ശൈലജ ആരെയും എന്ന് പറഞ്ഞു വിട്ടാണ് നിങ്ങളെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ട. ഇനിയിപ്പോൾ നല്ലൊരു മുഖം വരണമെങ്കിൽ നല്ലൊരു മുഖം ചിലപ്പോൾ കാണിക്കൊള്ളു, കൊടുക്കൂല. പണ്ട് ഗൗരിയമ്മനോട് കാട്ടിയാതിരി. പണ്ട് കേരളം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചു എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച് KR ഗൗരി അമ്മനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പടുകൂറ്റൻ വിജയം നടത്തിയ LDF-നെ മത്സരിക്കാത്ത നായനാരെ കൊണ്ടാണ് മുഖ്യമന്ത്രിയാക്കി. ഒരു കൊടുക്കൂല. പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗക്കാർക്ക്, സവർണർക്ക് അല്ലാതെ താഴ്ന്ന വിഭാഗക്കാർക്കോ ഒന്നും ഇവർ കൊടുക്കൂല. പ്രത്യേകിച്ച് സ്ത്രീകൾ താഴ്ന്ന വിഭാഗക്കാർ ഇവർക്കൊന്നും ഇവർ കൊടുക്കൂല. അത് CPM-ൻ്റെ ഒരു ലൈനാണ്. അതൊന്നും പറയാനൊരു മാധ്യമങ്ങളും ഇവിടെ ഉണ്ടാവില്ല. മാധ്യമങ്ങൾ എന്നും പിണറായി വിജയൻ ഇട്ട് കൊടുക്കുന്ന എച്ചിൽ നോക്കി ആ പിണറായി വിജയന് കുയിലൊത്ത് നടത്തുന്ന മാധ്യമങ്ങളാണ്. ഒന്ന് നമ്മളെ റിപ്പോർട്ടർ ചാനൽ, മലയാളം ചാനൽ, 24 ചാനൽ, ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പിണറായിക്ക് കുയിലൊത്ത് നടത്തുന്ന പണിയാണ്. കണ്ടമാന ലക്ഷങ്ങൾ അല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ എത്ര പേരെ പറയുന്നത് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമത്തിന് 8 ജില്ലാനും കൂടി അവിടെ അയൽവാക്കി. എത്തിന് 8 ജില്ലാനും കൂടി അവിടെ അയൽവാക്കി. അങ്ങനെ ചിലവാക്കി തന്നെ. ഇപ്പം അവിടെ ഒടുവ് അവസാനം 1,10,00,000 കാറിന് പാസ്സാക്കി അല്ലേ? കാറിന് ഇറങ്ങിപ്പോകാനായിന്. എന്നിട്ട് അതിൻ്റെ അടിയിൽ പുതിയ കാറ്. അപ്പോൾ ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇത്തരം തൂർത്തായാലും നടത്തും. ആഡംബര ജീവിതം അയാൾ നയിക്കുമോ? ഇത്തരം ആഡംബര ജീവിതം ഇത്തരം തൂർത്തായാലും നടത്തുമല്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ VS-നെ പോലെ ജീവിക്കും. VS ഇത്തരം തൂർത്താറ്റീനോ? പെണ്ണുങ്ങളെയും കുട്ടികളെയും മക്കളെയും പേരക്കുട്ടിനൊക്കെ കൂട്ടി വിദേശ ടൂർ നടത്തിനോ VS അച്യുതാനന്ദൻ? തിരക്കേടില്ല. ഈ പോയ വിദേശ ടൂറിൽ ഏതെങ്കിലും ഒരു ടൂർ ഈ കേരള സംസ്ഥാനത്തിന് കാര്യപ്പെട്ടതാണെങ്കിൽ ഒന്നുമില്ല. ഒരു നേട്ടമില്ല എന്നുള്ള വിവരാവകാശ നിയമപ്രകാരം പിന്നെ നിയമസഭയിൽ നിന്ന് കിട്ടി ചെയ്ത് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നേട്ടം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ടൂർ അങ്ങനെ പോയി. അപ്പം ഇത് മാത്രമാണ് പിണറായി സഖാവിൻ്റെ. KK ശൈലജനെ മുന്നിക്ക് വെക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാ നിലക്കും നോക്കുന്നുണ്ട്. പോരാത്ത ആർഷോനെ മത്സരിപ്പിക്കും, വസീഫിനെ മത്സരിപ്പിക്കും, സനോജിനെ മത്സരിപ്പിക്കും, ചിന്താ ജെറോമിനെ മത്സരിപ്പിക്കും, പിന്നെ ജയിക്കിനെ മത്സരിപ്പിക്കും. അതുപോലെ തന്നെ വേറെ ഉണ്ട് കുറേ, അരുൺകുമാർ, അനിൽകുമാർ, ഇവരൊക്കെ മത്സരിപ്പിക്കും. ഇവരൊക്കെ മത്സരിച്ചാൽ മുന്നേറ്റം ഉണ്ടാവും. നല്ല മുന്നേറ്റം. ഇവർ മത്സരിച്ചാൽ UDF-നെ മുന്നേറ്റം ഉണ്ടാവുള്ളൂ. LDF-ന് ഈ പറഞ്ഞ ആളുകളെ CPM നിർത്തണം. കാരണം നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നല്ല ഭാഷയാണ് ആർഷോ വസീഫിൻ്റെ അടുത്തുനിന്നൊക്കെ വരല്, സനോജിൻ്റെ അടുത്തുനിന്നൊക്കെ വരല്. അപ്പോൾ ഇവർ നിൽക്കണം, മത്സരിക്കണം. ഇവർ മത്സരിച്ചാൽ UDF-ന് പണി എളുപ്പമായി. അപ്പോൾ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും എന്നുള്ള ഒരു ഏകദേശ ധാരണയിൽ എത്തി എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ആണെങ്കിൽ കോൺഗ്രസും ലീഗും UDF-ലെ മറ്റ് ഘടകകക്ഷികളും ആരെയും കാലും മുറുക്കി ബേപ്പൂരിൽ സജീവമാകേണ്ടിയിരിക്കുന്നു. ബേപ്പൂരിൽ മരുമോനിസത്തിനെ തകർക്കണം. അപ്പം മരുമോനിസം ഇപ്പം വല്ലാണ്ടല്ല. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പെന്നപ്പം പറഞ്ഞ് LDF സുഖസുന്ദരമായിട്ട് ജയിക്കുന്നു. പിയാഗിരിയുടെ എണ്ണുമ്പോൾ റെഡിയാവും തന്നെ ശരീരം. അതേമാതിരി LDF സുഖസുന്ദരമായിട്ട് ജയിക്കും. അതിന് മൂപ്പരാണ് പോയി. പിന്നെ മൂപ്പര കാണാനല്ല. വടകരയിൽ KK ശൈലജ നിന്നപ്പോൾ മരുമോൻ വന്നിട്ട് പറയാണ് ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് നിന്നവരെ KK ശൈലജ ജയിക്കും. അവൻ പറഞ്ഞ് മൂപ്പരാണ് പോയി. പിന്നെ മൂപ്പര കാണാനല്ല. നിലമ്പൂരിൽ പൂമരത്തിനെ കൊണ്ടു നിർത്തിയപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞ് അവിടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ മത്സരിക്കുന്നത്, വിജയം സുനിശ്ചിതമാണ്. അവൻ തോറ്റുപോയി. മൂപ്പരെ കാണാനില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ മൂപ്പര് നേരത്തെ കാലത്തെ വന്നിട്ട് പറഞ്ഞ് കേരളത്തിൻ്റെ പൊതുചിത്രം
ഞങ്ങൾക്കറിയാം. ജനങ്ങൾ ഞങ്ങളപ്പാണ്. ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് കഴിഞ്ഞു. ഈ സർക്കാരിന്റെ വിശ്വാസത്തിലെടുത്ത് കഴിഞ്ഞു. വികസനം വിശ്വാസത്തിലെടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടത്തിനി. വോട്ടെണ്ണി കഴിഞ്ഞ് മുഴുവൻ UDF തൂത്തുവാരിയപ്പോൾ മൂപ്പരെ കാണാനില്ല. ഇപ്പം മൂപ്പര് വീണ്ടും തല പൊന്തുണ്ട്. ഇപ്പം മൂപ്പര് വീണ്ടും തല പൊന്തിട്ട് പറയുന്നുണ്ട് LDF 110 സീറ്റ് ഇട്ടു. പറഞ്ഞതിനൊരു മുടക്കൂലല്ലോ, പറഞ്ഞൊന്നും നടക്കല്ലല്ലോ. അപ്പോൾ 110 സീറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ബാലം വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടും ആഭ്യന്തര വകുപ്പ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും. മാറാട് വീണ്ടും ആവർത്തിക്കും. ഭീമാപള്ളി ആവർത്തിക്കൂല എന്ന് പറയാൻ പറ്റുമോ? കാരണം കോടിയേരി ആഭ്യന്തരമന്ത്രി അയക്കുന്ന കാലത്ത് സമയത്താണ് 5-6 ആൾക്കാരെ വെടി വെച്ചത് ഭീമാപള്ളിയിൽ. ഭീമാപള്ളി ആവർത്തിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതൊക്കെ പോട്ടെ, ഒരൊറ്റ MLA-മാരില്ലാത്ത BJP അല്ലേ കേരളത്തിൽ ആഭ്യന്തര കൈകാര്യം അല്ലേ? DGP എടുത്തോളി, ADGP എടുത്തോളി, IG എടുത്തോളി, മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്തോളി. ഒക്കെ BJP-ന്റെ നോമിനികളല്ലേ? ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് വന്ന നോമിനികളല്ലേ? ആ നോമിനെ നിലനിർത്താൻ വേണ്ടി CPI-നെ വരെ പണിക്കില്ല പിണറായി അല്ലേ? അപ്പം ഒരു MLA കൂടി ഇല്ലാത്ത BJP ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോഴാണ് ബാലം എന്ന് പറയുന്നത്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അപ്പം ഇനി ബാലനെതിരെ ഇപ്പം ജമാഅത്ത് ഇസ്ലാമി കേസ് കൊടുത്തത്. ഇപ്പം ബാലൻ പറയുന്നത് എന്താ വെച്ചാൽ കേസിற்கு പുല്ലാണ്. ഞാനൊരു ഖുർആനായിട്ട് പോയി ജയിലിനുള്ളിൽ നിന്നാണ് ഖുർആൻ വായിക്കും. അതാപ്പം ഇനി പിന്നെ ബാലൻ പറയുന്നത് ഖുർആനൊക്കെ വായിച്ചിട്ട് ഒരു യഥാർത്ഥ മുത്തക്കീനാനുള്ള പരിപാടിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് CPM-ന്റെ ലൈന്. അപ്പം അൻവർ ബേപ്പൂരിൽ മത്സരിക്കണം. കട്ടക്ക് മുസ്ലിം ലീഗും UDF ഒറ്റക്കെട്ടായി നിന്നാൽ നിഷ്പ്രയാസം ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു അനുകൂല കാലാവസ്ഥയുള്ളത്. അതായത് ഈ മരുമോനിസത്തിനെതിരെ CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ട്. അതെല്ലാവരിലേക്കും ആ മെസ്സേജ് വന്നുകൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അൻവറിനോട് ബേപ്പൂരിൽ മത്സരിക്കാൻ വേണ്ടി UDF-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടത്.